അന്യോന്യ സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും
അക്ഷയമായ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശ്രൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യ കൈകളിൽ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളുടെ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങൾ ഭയങ്കര സമ്പൂർണമായ സംവത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെ സൗഭാഗ്യകാലങ്ങളെ നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. ഇതിനുള്ള സത്യവിശ്വാസത്തിനെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും നിങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഇവരിതിനായി ഒഴുകി വന്നിരിക്കുന്നവർക്ക് നിന്റെ കർമ്മങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകുമാറാകണമേ. നിന്റെ വിജയശ്രീയാൽ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കർമ്മങ്ങൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ലവൽ അവിടുന്ന് പ്രതിഫലം നൽകുമാറാവട്ടെ. എപ്പോഴും നിങ്ങളുടെ നന്മകൾ നൽകുമാറാവട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീപാരാപകരുകൾ നിങ്ങളുടെ കൂടെ സ്തുതിയുടെ ദൃശ്യം നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വിവാഹ കൂദാശയുടെ ഒന്നാം ഭാഗമായ മോതിരം വാഴുവിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് കിരീടം വാഴുവിന്റെ ശുശ്രൂഷയാണ്. ഇപ്പോൾ എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. മണവാളനും മണവാട്ടിക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ആദരണീയനായ മാത്യു എബ്രഹാം കാരിക്കലച്ചൻ ഇപ്പോൾ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിവാഹ കൂദാശിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജയിലച്ചൻ കർത്താവിന്, ബഹുമാന്യരായ വൈദിക സെക്രട്ടറിയെ, മനസ്സിലുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ രണ്ട് പ്രിയ മക്കൾ ദൈവസന്നിധിയിൽ ഇന്നു മുതൽ ഒരുമിച്ച് ജീവിക്കുവാനായി അവരെ ദൈവമുമ്പാകെ സമർപ്പിക്കുന്ന ശ്രേഷ്ഠകരമായ ഒരു കൂദാശയിലേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമുള്ള സുപ്രധാനമായ ചില കാര്യങ്ങൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ ഇവർക്ക് രണ്ടുപേർക്കും ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും
കുടുംബജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയ വലിയ സൗഭാഗ്യകരമായ ഒരു അനുഭവമായതുകൊണ്ട് എല്ലാവരോടും ചേർന്ന് ഇവർക്ക് എല്ലാ കുടുംബജീവിതത്തിൻ്റെ നന്മകളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. മനുഷ്യൻ കുടുംബമായി ജീവിക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരാശയമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ആദ്യ മനുഷ്യനായ ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ ഒരു തുണയെ കൊടുത്തു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം തുണയായിരിക്കാൻ തക്കവണ്ണം, പരസ്പരം ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് കുടുംബം എന്ന് പറയുന്നത്. ധാരാളം സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഈ ഭൂമിയിൽ കണ്ടെത്തുവാൻ കഴിയുമെങ്കിലും കുടുംബം എന്ന് പറയുന്ന ഈ ചെറിയ യൂണിറ്റിനോട് അത്രയും വൈകാരികമായ ഒരു ബന്ധം മറ്റൊരു സാമൂഹിക സ്ഥാപനത്തിനും ലോകത്തിലില്ല. അതിന് കാരണവും ദൈവം തമ്പുരാൻ ഇത് സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല സ്നേഹത്തിൻ്റെ ആത്മാവിലാണ് കുടുംബജീവിതം പണിയപ്പെടുന്നത് എന്നുകൊണ്ടും ആഴമായ വൈകാരികമായ ബന്ധമാണ് കുടുംബജീവിതത്തിൽ നിലനിൽക്കുന്നത്. ഇവരെ ഇതിനോടകം തന്നെ ധാരാളം ഉപദേശങ്ങളൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും 5 കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളാം. 5 മലയാള പദങ്ങളാണ് ഇവരുടെ ശ്രദ്ധയിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത്. ഒന്ന്, സ്നേഹം എന്ന പദമാണ്. ധാരാളം പ്രാവശ്യം കേൾക്കുകയും അതോടൊപ്പം തന്നെ ആ വൈകാരികമായ അനുഭവമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരുമാണ് ഞാൻ നിങ്ങളുമെല്ലാം. സ്നേഹം ആണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നാം വായിച്ച് അവസാനിപ്പിച്ച പ്രാർത്ഥനയിൽ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്, ദൈവമേ സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നാം കാണുന്ന തരത്തിലുള്ള വൈകാരികമായ ഒരു സ്നേഹബന്ധം മാത്രമല്ല, ദൈവത്താൽ നിങ്ങൾ ഒന്നിപ്പിക്കപ്പെടുന്നതുകൊണ്ട് രക്ഷപ്പെടുന്നത്. മറിച്ച് പിതാക്കന്മാർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ സ്നേഹിക്കുവാനാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നത്. മഹാനായ ആംഗ്ലേയ സാഹിത്യകാരനായ ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, യാതൊന്നും കൊണ്ട് സ്നേഹിക്കുവാൻ യോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ത്യാഗമാകുന്നത്, പുണ്യമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതുപോലെയായിരുന്നു. സ്വാർത്ഥതയില്ലാതെ, വ്യവസ്ഥയില്ലാതെ, യാതൊന്നും കൊണ്ട് സ്നേഹിക്കുവാൻ യോഗ്യതയില്ലാതിരുന്ന പാപത്തിൽ വീണുപോയ മനുഷ്യ സൃഷ്ടിയെ തന്റെ ജീവൻ കൊടുത്ത് ക്രിസ്തു സ്നേഹിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ത്യാഗമാണ്, അത് പുണ്യമാണ്. അതുപോലെ തന്നെ സ്നേഹിക്കുവാനാണ് ഭാര്യാഭർത്തൃബന്ധത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭാര്യയെക്കുറിച്ച് ഈ പ്രിയ മകന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകാം. ഭർത്താവിനെ കുറിച്ച് ഈ പ്രിയ മകൾക്കും ധാരാളം സ്വപ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ജീവിതത്തിൻ്റെ നിത്യ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ, നാം കണ്ട സ്വപ്നങ്ങളിലെ ഭാര്യ പോലെ ഒരു പങ്കാളിയാകണമെന്ന് നിർബന്ധമില്ല. നാം കണ്ട സ്വപ്നങ്ങളിലെ ഭർത്താവ് പോലെ ആയിരിക്കണമെന്നും നിർബന്ധമില്ല. പലപ്പോഴും ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം. പക്ഷെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഒന്നാക്കപ്പെടുന്നതോടുകൂടെ എല്ലാ കുറവുകളോടുകൂടെയും സ്നേഹിക്കുവാനുള്ള മനസ്സൊരുക്കത്തോടു കൂടെ മാത്രമേ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, ക്രിസ്തു എല്ലാ കുറവുകളോടുകൂടെ സൃഷ്ടിയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും കുടുംബജീവിതത്തിൽ ജീവൻ കൊടുത്തും സ്നേഹിക്കുവാനുള്ള മനസ്സൊരുക്കമുണ്ടാകണം. രണ്ടാമത് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സന്തോഷമാണ്. അതും പിതാക്കന്മാർ വളരെ മനോഹരമായി നമ്മുടെ പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്രമമായ മോതിരവാഴിയുടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നീ മുഖാന്തരവും നിന്നോടുകൂടെയും ആയിരിക്കണം. ഇത് ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. പക്ഷേ
ഈ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. സന്തോഷത്തിന്റെ ആരംഭവും അതിന്റെ പൂർത്തീകരണവും ഉണ്ടാകുന്നത് ക്രിസ്തുവിൽ കുടുംബജീവിതം പണിയപ്പെടുമ്പോഴാണ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കപ്പെടണമെങ്കിൽ സന്തോഷകരമായ ക്രിസ്തു സാന്നിധ്യം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുന്നവരായിരിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവവിശ്വാസത്തിൽ വളർന്നു വന്ന് സഭയുടെ നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ പാലിച്ച് ദൈവാരാധനയിലൂടെ നിലനിൽക്കുന്ന സന്തോഷത്തിന്റെ അനുഭവം ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് സമാധാനം. കുടുംബജീവിതത്തിൽ പരമപ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുമാണ് സമാധാനം. നമുക്കറിയാം, വിവാഹത്തോടുകൂടെ നമ്മുടെ ബന്ധങ്ങളുടെ വിസ്തൃതി വർദ്ധിക്കുകയാണ്. ഇതുവരെ മണവാളന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ മണവാട്ടിയെ സംബന്ധിച്ച് ആരുമല്ലായിരുന്നു. എന്നാൽ ഇന്നു മുതൽ മണവാളന്റെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം മണവാട്ടിയുടേതുകൂടെയാണ്. മണവാട്ടിയുടെ സഹോദരങ്ങളും ബന്ധുക്കളും മാതാപിതാക്കളും എല്ലാം മണവാളന്റെ കൂടെ ബന്ധുക്കളാവുകയാണ്. ബന്ധങ്ങളുടെ വിസ്തൃതി ഇന്നു മുതൽ വർദ്ധിക്കുകയാണ്. ബന്ധങ്ങളുടെ വിസ്തൃതി വർദ്ധിക്കുമ്പോൾ അതിന്റെ ആഴം കൂടെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. ഒരു വലിയ സംഗതിയിലെ ചെറിയ ഒരു കണ്ണി പൊട്ടിപ്പോയാൽ പോലും, ഒരു കണ്ണി അതിൽ നിന്ന് വേർപെട്ടു പോയാൽ പോലും ബന്ധങ്ങൾ ഇല്ലാതായിത്തീരും. അതുകൊണ്ട് ബന്ധങ്ങളുടെ വിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓരോ കണ്ണികളും സമാധാനം കൊണ്ട് അത് ഇഴുകിച്ചേർത്ത് കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണമുള്ള ബോധപൂർവമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ദൈവാശ്രയ ബോധത്തോടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവതമ്പുരാൻ ഈ ഭൂമിയിൽ നമുക്ക് നൽകിയ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് സമാധാനമുള്ളൊരു കുടുംബജീവിതം നയിപ്പാൻ ദൈവതമ്പുരാൻ നിങ്ങളെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാലാമതായി ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു പദം സ്വാതന്ത്ര്യം എന്ന പദമാണ്. ഇത് കുടുംബജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഭാര്യയ്ക്ക് തൻ്റെതായ സ്വാതന്ത്ര്യം കുടുംബജീവിതത്തിലുണ്ട്, ഭർത്താവിന് തൻ്റെതായ സ്വാതന്ത്ര്യം കുടുംബജീവിതത്തിലുണ്ട്. പക്ഷേ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കരുത്. ഒയിക്കണോമിയ എന്ന പദമാണ് തൃത്വത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ പിതാക്കന്മാർ തൃത്വ സ്വാതന്ത്ര്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോയ് ഓഫ് ഫ്രീഡം എന്നാണ്, സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം തൃത്വം അനുഭവിക്കുന്നു എന്നാണ് പിതാക്കന്മാർ വർണ്ണിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ആളത്വങ്ങളാണ്. പക്ഷേ ഈ 3 ആളത്വങ്ങളും ഒരാളുടെ സ്വാതന്ത്ര്യത്തെ മറ്റൊരാൾ ഇല്ലാതാക്കുന്നില്ല. പരസ്പരം അറിഞ്ഞ് പരസ്പരം ഒരു മനസ്സോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന അനുഭവം അത് തൃത്വത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ കുടുംബജീവിതത്തിലും ഉണ്ടാകണമെന്നാണ് പിതാക്കന്മാർ അർത്ഥമാക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും. മാതാപിതാക്കളൊക്കെ ഒരുപക്ഷെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ മാത്രമേ അതൊക്കെ അനുസരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. കുടുംബജീവിതത്തിൽ അത് സാധ്യമല്ല. ഭാര്യയുടെ ഇഷ്ടം അറിഞ്ഞ് മാത്രമേ ഭർത്താവിന് ജീവിക്കാൻ കഴിയുള്ളൂ. ഭർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ ഭാര്യയ്ക്ക് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്, the husband does not rule over his own body but the wife does. The wife does not rule over her own body but the husband does. എന്താണ് അതിന്റെ അർത്ഥം? വിവാഹത്തോടുകൂടെ ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനും ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കുമാണ് ഇനി അവകാശം. തന്റെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കാൻ ഇനി നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആലോചന നടത്തി പരസ്പരം സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നല്ല കുടുംബജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവസാനമായി ഒരു പദം കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചിന്തകളിൽ നിന്ന് വിരമിക്കാം. സാമീപ്യം. ഇന്ന് കുടുംബജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞു പോകുന്ന ഒന്നാണ് സാമീപ്യം. ഒരുപക്ഷെ ജീവിതത്തിന്റെ അധ്വാനങ്ങളിൽ നമുക്ക് മറ്റു മാർഗങ്ങളില്ലാതെ പല സ്ഥലങ്ങളിലായി ജോലി സംബന്ധമായിട്ടൊക്കെ താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും
കൂടുതൽ സമയം സാമീപ്യമുള്ള കുടുംബജീവിതം നയിപ്പാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവുള്ളിടത്തോളം ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കണം. ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം, ഒരുമിച്ച് യാത്ര പോകുവാനും ഒക്കെ കഴിയണം. ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് മുമ്പേറുവാൻ തക്കവണ്ണമാണ് ഈ വിവാഹ ജീവിതത്തിലൂടെ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. കഴിവുള്ളിടത്തോളം സമയം ഒരുമിച്ച് പരസ്പരം സാമീപ്യം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു കുടുംബജീവിതം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ദാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 5 പദങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്: സ്നേഹം, സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം, സ്വാമീപ്യം. ഈ 5 പ്രമാണങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായി തീരുമ്പോൾ ദൈവം തമ്പുരാൻ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, ദൈവാരാധനയിൽ ഒരുമിച്ച് സംബന്ധിച്ച്, ദൈവവചനം ധ്യാനിച്ച്, സഭയുടെ വിശ്വാസവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ജീവിതത്തിൽ നിലനിർത്തി ദൈവാശ്രയബോധത്തോടെ ജീവിക്കുമ്പോൾ ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ബന്ധുമാശന്റെ സഹോദരി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ ഈ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പ്രിയ മകനും സഭയോടും ഇടവയോടും ഒക്കെ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു കുടുംബ ജീവിതത്തെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്ന എല്ലാ വൈദികരുടെയും നിങ്ങൾ എല്ലാവരുടെയും നാമത്തിലുള്ള എല്ലാ വിവാഹ മംഗളാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിവാഹോപദാശിയുടെ 2ാം ഭാഗമായ കിരീടം വാഴുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നു. അവരുടെ കൂട്ടത്തിലൂടെ നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. Sahaki
ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാരുടെ സിംഹാസനത്തിനുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന അനാഥവചനവും തന്റെ വിപുലമായ കരുണനിമിത്തം എല്ലാവരുടെ മേലെ തോന്നി തിരുസന്നിധിയിൽ ഞങ്ങളെ തിരികെ വരുത്തുകയും തന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർണ്ണതയോടെ സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു ജ്ഞാനിക്കും താർപ്പിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ലാതെ പരിശോധിക്കുവാനുമാരായ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികൾക്ക് ക്രിയകൾ നിർമ്മിക്കുന്നവരും തന്നെ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെടും, ബന്ധിക്കപ്പെടുന്ന സാരൂപമായിരിക്കുന്നവരും തന്റെ വനപഥത്തിന്റെ മഹിമയ്ക്കായി മണവാന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകരിയുടെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിനെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും ഞങ്ങളുടെ ആയുസ്സും ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മുകുലഭിന്യമോ സ്വതഹായ മഹിമപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അഭിമേന്മാരുടെ കൂട്ടങ്ങൾ നല്ല ശ്രേഷ്ഠതകളുടെ പ്രവേശനത്തിലിടപെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവരുടെയും അതിന്റെ കൃപാപ്രവാഹത്താലും നിസ്സാരന്മാരായുടെ സ്വാർത്ഥങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും അണുപേരുമാരുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായുള്ളവ നിന്നോട് ആവശ്യമുള്ളവ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രഭാതാരങ്ങൾ നിദ്രകൊണ്ടവനാകുന്നു. ശിക്ഷാർഹന്മാരുടെ പ്രതികാരത്തിൽ നീ ഉദാസീനതയും നിർവിഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശേഷാധികാരതയിൽ വസിക്കുന്നവരുമായ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലും ദൈവത്തിന്റെ തരുണഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികൾക്കും നിന്റെ സ്വസ്ഥതയെ രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യസരിക്കുവാതക്കവണ്ണം ഞാൻ പ്രമാണമാർഗത്തെ വരെ കാത്ത് നയിച്ചുകൊള്ളണമേ. നിന്റെ രാജ്യത്തിലേക്ക് നയിക്കുന്ന നേരം പ്രയാണിക്കുകണമേ. ആത്മീകനേതരങ്ങൾ താല്പര്യമാത്മശീലങ്ങൾക്ക് പ്രയോജനകരമായ ഏർപ്പെടലാഭമുണ്ടാക്കുന്ന തീരുമാനങ്ങൾക്ക് സംഗതിയാകും.
ആകണമേ. കർത്താവേ, വന്ധ്യവരെ കാംക്ഷിക്കുന്നവരും പാപമരണങ്ങളുടെ വിദൂരസ്ഥിരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തെ കടന്നു വരുവാനും ശപിക്കപ്പെടുവാനാസ്വാദാസനോഴിച്ചുവിടുവാതകവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ നിയമദ്രത്തോപിൽ നീതി പ്രവർത്തിക്കുന്ന വേദക്കാരൻ നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണമുള്ളവരുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങളുടെ സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കടത്തത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാവേണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാ ഞങ്ങളെ വാങ്ങിപ്പോലെ ആശ്വസിപ്പിക്കുകയും നിന്റെ രാജ്യത്തിന് അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമന്റെ മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നവനോ. നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായി സ്തുതി സ്തോത്രവും കരേറ്റുന്നു. ഓശോ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് രോഗങ്ങളിലും ഇന്നുമെന്നും നാം പ്രാപിക്കുമാറാകട്ടെ. വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ വിശുദ്ധബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദേവതയുടെ വളർത്തിയുള്ള മേലാവസിപ്പിക്കണമേ. ആത്മീയമായ ജനമളമേ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ ശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരിന്ന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവരുടെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബ്ഹാൻ ലവൽ Amen.
വിശുദ്ധക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവ്വത്തിനും വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുകയും മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലമണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കുകയും ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായ ജനയ്ക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സുന്ദരികൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാവുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോടെ ചേരും. അവരിലും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. താൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ നീതിയാവുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘാസുരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാവുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളായി കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ സ്നേഹായിൽ നിന്നും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവവുമായ മിശിഹാതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാടുകളിൽ ഇവായ പ്രകാരം സംഭവിച്ചു. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തപ്രേക്ഷന്മാർ പരീക്ഷാർത്ഥം നടത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ വിളിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ ശിക്ഷിതാവാണ് പെണ്ണുമായ മനുഷ്യരെ ശിക്ഷിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട്
ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരേ ശരീരമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാവരും ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന് വേറെ പിരിക്കരുതേ. അവർ അവനോടെ അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്താളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അവനവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാൻ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വിചാര കുറ്റമുണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരം തന്നെയും. ശിഷ്യന്മാരവനോടെ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പര സ്ത്രീ ഈ കുറ്റവിലങ്ങുവാൻ ചെയ്യുന്നതല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അവരുടെ വിശ്വമനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ജന്മനാശനന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാശനന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജനിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. Sahidavani, Gardame.
ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാരിൻ അണിയിക്കും മകുടം രമ്യം. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാരിൻ അണിയിക്കും മകുടം രമ്യം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഓശോ വബുക്കുലി സുബായി നവൽമേ. ശുഭചിഹ്നം ശ്രീമാ വിജയ കൊടിത ശ്രീമാ നമ്മെ രക്ഷിച്ചിടും ശ്രീമായെ പുകഴുന്നോതാ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്നെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളുടെ മേൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കരസാട് വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാനാകട്ടെ. മരണകരമായ സൂര്യയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും
നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോക്കിലും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെ ഇസഹാക്കിലും യാക്കോബിലും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പരിമഞ്ഞും ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന സർവ്വഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലമേൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സകല ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ ബാബിലിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികളേറ്റാം. ഓശോ ും
എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപാകെ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായിരിക്കുന്ന പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയ വിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം വരവേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയിൽ ദൈവം മാധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായിരിക്കുന്ന മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യക മർത്തുമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത്തിലെ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്നതെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുന്നു. ഭാര്യ സ്വന്തം ആളുകളെ ഒഴിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നന്ദനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സുപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശുദ്ധനാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. മാമോദീസ
ഒപ്പം മണവാട്ടിയുടെ സഹോദരനായിരിക്കുന്ന രഞ്ജൻ ശമാശനാണ്. ഇരു കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് സന്നിഹിതരായ എല്ലാവരോടുമുള്ള നന്ദി ഇടവകയുടെയും കുടുംബത്തിൻ്റെയും നാമത്തിൽ ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്ന് അപൂർവതകളുള്ള ഒരു ദിവസമാണ്. ഇന്ന് വേൾഡ് മാരേജ് ഡേ ആണ്. പ്രതിവർഷം ജനുവരി മാസം 3-ാം തിങ്കളാഴ്ചയാണ് ലോക വിവാഹ ദിനമായിട്ട് UN പ്രഖ്യാപിച്ചിട്ടുള്ളത്. 64 മുതൽ ഈ ദിനം 3-ാം തിങ്കളാഴ്ച ജനുവരി മാസത്തിലെ 3-ാം തിങ്കൾ ലോക വിവാഹ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇത് ഈ ദിനത്തിൻ്റെ അപൂർവതയാണ്. അങ്ങനെ അന്തർദേശീയ വിവാഹ ദിനത്തിൽ ഈ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുവാനായിട്ട് ദൈവ നിശ്ചയമായിരുന്നു, ദൈവ നടത്തിപ്പായിരുന്നു. ദൈവത്തെ സ്തുതിക്കാം. ഈ ദിനം എന്നും ഓർക്കുവാനായിട്ട് ഇവർക്ക് സമ്മതമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും പ്രിയ മക്കൾക്ക് നേരുകയാണ്. ഇടവകയുടെ പ്രഥമ ഉപഹാരം തിരുവചനം ബഹുമാനായ ഭദ്രാസ കേട്ടയച്ചൻ ഇപ്പോൾ നവദമ്പതികൾക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. നേർച്ച സമർപ്പിച്ച് ഞങ്ങളെ വിവാഹരജിസ്റ്ററിലെ ഒപ്പുകൾ വെക്കുന്നു. ഈ ഭാഗത്തുനിന്നും ഓരോ സാക്ഷികളും എത്തിച്ചേരണം എന്നറിയിക്കുന്നു. ദേവാലയത്തോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ
അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു ആരാധന 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 എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്
എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ. കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എൻ വെണ്ണിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാ മഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. ബാല്യകാല പൊയ്കയിൽ നീ ഏതോ നാളിൽ വല്ലിയാമ്പൽ ചെണ്ടുപോലെ താനേ വന്നേ. കാണാൻ കൊതിച്ചേ നിന്നെ ഞാനാ മുഖത്തു ചന്തം. കാലം കടന്നേ മെല്ലെ മോഹം വളർന്നേ പെണ്ണേ. അന്നുമെന്നും നെഞ്ചിനുള്ളിൽ നീയേ മാത്രം. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ. കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എൻ വെണ്ണിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാ മഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ ലാ 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 ആഹാ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. ഏതോ മഴയിൽ നനവോടെ നാം അന്നു കണ്ടു. തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു. ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ. ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ പുലരും പൂക്കളായി നാം. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ പുതുനിറമു
പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും ഏതേതോ തേരേറിപ്പോയോ. ഒന്നൊന്നും മിണ്ടാതെ പോയോ. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ ഇരുചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ. ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ ഇരുചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ. ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ. ആനന്ദമേ സർവമാനന്ദമേ ആനന്ദമേ ആനന്ദമേ. പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ. ആനന്ദമേ സർവമാനന്ദമേ ആനന്ദമേ 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 സർവമാനന്ദമേ ആനന്ദമേ ആനന്ദമേ. ആകാശവും മേഘവും സഖി നാം എന്ന പോൽ ചേർന്നിതാ. പാടുന്നു ഞാൻ മൗനമാ സഖി നീ കേൾക്കുവാൻ മാത്രമാ. മായുന്നുരാവും താരങ്ങളും കൺമുന്നിലെങ്ങും നീ മാത്രമായി. ഒരേ നില ഒരേ വെയിൽ ഒന്നായിതാ ഉൾമൊഴി ഒന്നായിതാ കൺവഴി. ഒരേ നില
ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടി മേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ
കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം.